ഇങ്ങനെ നമ്മൾ സ്ട്രിപ്പ് കട്ട് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്കാക്കി വെക്കുന്നു. അതിന് ശേഷം നമ്മൾ ആദ്യത്തെ സെല്ല് നിർത്തും. ആദ്യത്തെ സെല്ല് നിർത്തിയിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ സെല്ല് നമ്മൾ കളയും. പിന്നെ നാലാമത്തെ സെല്ല് നിർത്തും, 5ഉം 6ഉം കളയും. ഏഴാമത്തെ സെല്ല് നിർത്തും, 8ഉം 9ഉം കളയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കലും കൊണ്ട് പോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ അടുത്തത് നിർത്തും, വീണ്ടും 2 കളയും. പിന്നെ അടുത്ത് നിർത്തും, വീണ്ടും 2 കളയും. അങ്ങനെ ഈ സ്ട്രിപ്പിൻ്റെ അങ്ങറ്റം വരെ ഉള്ളത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 10-12 കാണും. എന്നിട്ട് നമ്മളത് നമ്മൾ നിർമ്മിക്കുമ്പോൾ നമ്മളൊരു അടയങ്ങ് എടുത്തു കഴിഞ്ഞാൽ, അടയങ്ങെടുത്ത് മാറ്റി കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് ആ ബ്രൂഡിലേക്ക് ആ അടയുടെ സ്ഥാനത്ത് അങ്ങ് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇനി ഇറങ്ങി നിൽക്കണം. ഇത് സ്വല്പം കട്ട് ചെയ്ത് കളയാനുണ്ട്. അപ്പോൾ ഒരു റാഗിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു റാട്ട് കിടക്കുന്ന ആ സൈസിൽ തന്നെ അത് കിടന്നോളും. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും നമ്മളൊന്ന് നല്ല മുട്ടയും പുഴുവുള്ള ഒരടയും ഇങ്ങേ സൈഡിൽ കുറച്ച് പൂമ്പൊടിയും തേനുമുള്ള ഒരടയും ഇട്ട് കൊടുക്കുക. എന്നിട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 15 ദിവസം കൊണ്ട്, അപ്പോൾ അതിനകത്ത് റാണിയെ മാറ്റണം. റാണിയെ മാറ്റുന്ന അപ്പോൾ ആ ഒരു അടയോടുകൂടി നമ്മൾ റാണിയെ മാറ്റി. ആ മാറ്റുന്ന സ്ഥലത്തോട്ടാണ്, റാണിയെ മാറ്റുന്ന ആ സ്ഥലത്തോട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഒരു 14-15 ദിവസം കൊണ്ട് അത് വിരിഞ്ഞിറങ്ങും, മുഴുത്ത റാണിയായിരിക്കും. അപ്പോൾ ഈ അടപ്പിനകത്ത് ബ്രൂഡിലും അടപ്പിലും നല്ലപോലെ ഈച്ചയുള്ള സമയത്തേ ഇത് ചെയ്യാവുള്ളൂ. എന്നാലേ നമ്മൾ നല്ല സൈസ്, നല്ല വലിയ റാണിയെ കിട്ടുള്ളൂ. ഓക്കെ.